നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആത്മകഥയുടെ ഒന്നാം ഭാഗം ഈ മാസം തന്നെ തയ്യാറാക്കുമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2 or 3 ഭാഗങ്ങളിലായാണ് പുസ്തകം പ്രസിദ്ധീകരിക്കുക. ആദ്യ ഭാഗം ഉടൻ പാർട്ടിയുടെ അനുമതിക്കായി നൽകും. പ്രസാധകരുടെ കാര്യത്തിലും പേരും തീരുമാനിച്ചിട്ടില്ല. പുറത്തു വന്നത് തന്റെ ആത്മകഥയല്ലെന്നും EP വ്യക്തമാക്കി. ഞാനിപ്പോഴത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഈ ഡിസംബർ മാസത്തോടു കൂടി ഡിസംബർ വരെയുള്ള അധ്യായം പൂർത്തിയാകും. അത് അധ്യായം പൂർത്തിയാകും. പിന്നെ അതിന് ശേഷമുള്ള ഡിസംബറിന് ശേഷമുള്ള ജീവചരിത്രം അതിന് ശേഷമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഡിസംബർ വരെയുള്ള ജീവചരിത്രം തയ്യാറാക്കും. അതിന് നടപടിക്രമം അനുസരിച്ച് ഒരു പുസ്തകമായി അതിൻ്റെ രൂപത്തിലാക്കിയതിനു ശേഷം പാർട്ടിയുടെ അനുവാദം വേണം. അതിനുവേണ്ടി പാർട്ടിയുടെ അനുവാദം ചോദിക്കും. അതിനുശേഷം അതിന് മറ്റു നടപടികൾ 2 ഭാഗങ്ങളായിട്ടാണോ ഇത് പുറത്തിറങ്ങുന്നത്? അല്ല, ചിലപ്പോൾ 2 ആയിരിക്കില്ല, 3 ഭാഗം ഉണ്ടാകും. ഇപ്പോൾ ഡിസംബർ വരെ, അത് കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള ലൈഫ്. ആദ്യത്തേത് ഏതായാലും ഡിസംബർ അവസാനത്തോടു കൂടി പുറത്തിറങ്ങും. ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഭാഗം ഡിസംബറോടുകൂടി പൂർത്തിയാകും. അതിൽ ഡിസംബർ വരെയുള്ള ലൈഫ് ഉണ്ട്. DC ബുക്സിന് ഏതായാലും ഇത് നൽകുന്നില്ലല്ലോ. മറ്റാരെയാണ് ഇത് പ്രസിദ്ധീകരണത്തിന് ഇപ്പോൾ ഏൽപ്പിച്ചിട്ടുള്ളത്? അത് തീരുമാനിച്ചില്ല, അത് ആലോചിച്ച് ചെയ്യാം. കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകളുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.